പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് സാൻഡ്ര എന്നാണ്. ഞാനിവിടെ സിംഗപ്പൂർ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ബൈബിൾ റീഡിങ് മാരത്തോണിൽ പങ്കെടുക്കുന്നത്. എനിക്ക് വായിക്കാൻ ഇവിടെ ടൈം ഡിഫറൻസ് ഉള്ള കാരണം കൊണ്ട് എനിക്ക് വായിക്കുമ്പോഴൊക്കെ സമയം എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകായിരുന്നു. അപ്പം മിക്കപ്പോഴും ബൈബിളായിട്ട് എൻ്റെ കയ്യിലുണ്ടാവാറില്ല. അപ്പോൾ ഞാൻ ഫോണിൽ നിന്നൊക്കെ നോക്കിയാണ് വായിച്ചിരുന്നത്. അതിൻ്റേതായ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഞാൻ നല്ലൊരു കുമ്പസാരത്തിന് വേണ്ടി ഇങ്ങനെ എന്താ പറയുക, എന്നെ തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എനിക്ക് എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ കുമ്പസാരിച്ചു, പക്ഷെ അത് പൂർണ്ണമായിട്ടുള്ളൊരു കുമ്പസാരം ആയിരുന്നില്ല. പിന്നെ കുമ്പസാരത്തിൽ എനിക്ക് ഒരു പൂർണ്ണത ലഭിക്കുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഈശോ ആണെന്നറിയാം, പക്ഷേ എനിക്കൊരു ദൈവാനുഭവം കിട്ടുന്നുണ്ടായിരുന്നില്ല. മിക്ക കുമ്പസാരത്തിലും എനിക്ക് നല്ല ദൈവാനുഭവത്തോടുകൂടി കുമ്പസാരിക്കാൻ പറ്റാറുണ്ട്. പക്ഷേ ഈ ഒരു ആഴ്ച എനിക്ക് അത്ര ദൈവാനുഭവം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം പക്ഷേ ഇന്നലെ ബൈബിൾ മാരത്തോൺ വായിച്ചു കഴിഞ്ഞ് ഞാൻ റൂമിലിരുന്ന് ശരിക്കും പറഞ്ഞാൽ കരയുമായിരുന്നു. എനിക്ക് കുമ്പസാരിക്കാൻ പറ്റണില്ലല്ലോ, എനിക്ക് എൻ്റെ മനസ്സ് അതിനെ അങ്ങ് ഇതാവുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത്. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ ഞാൻ കണ്ണ് തുറന്ന് എണീക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരൊറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ, കുമ്പസാരിക്കണം, പൂർണ്ണമായിട്ട് കുമ്പസാരിക്കണം. അങ്ങനെ ഒരൊറ്റ വിചാരം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഫോണിൽ എവിടെ അടുത്തുള്ള കുർബാന അടുത്ത് ഉള്ള കുമ്പസാരമൊക്കെ നോക്കി. എന്നിട്ട് ഞാൻ നോക്കിയപ്പം ഇവിടെ നിന്ന് പോകാവുന്ന അടുത്തുള്ളൊരു പള്ളിയിൽ, ബസ് കയറി പോകുന്ന ഒരു പള്ളിയിൽ കുമ്പസാരമുണ്ട്. അപ്പോൾ ഞാൻ അവിടെ എത്തേണ്ട സമയത്ത് എത്താൻ വഴിയില്ല, കാരണം ഒരു മണിക്കൂറോളം ബസ് കയറിക്കണം. അപ്പോൾ പക്ഷെ എന്നാലും ഞാൻ അവിടെ എത്തുന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ ഡ്രസ്സൊക്കെ മാറി ഒരു വെള്ള ഡ്രസ്സിട്ട് ഞാൻ നല്ല നീറ്റായി ഒരുങ്ങി. അത് കഴിഞ്ഞ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് എനിക്ക് വല്ലാത്തൊരു ഭാരം തോന്നി. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് വല്ലാത്തൊരു ഡിപ്രഷൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ വെറുതെ ഇരുന്ന് കരയുക അങ്ങനെയൊക്കെ. എനിക്കറിയായിരുന്നു ഞാൻ നന്നായി ഒന്ന് കുമ്പസാരിച്ച് ഞാൻ മാറാവുന്നതേ ഉള്ളൂ എന്ന്. പക്ഷേ എനിക്ക് കുമ്പസാരിക്കാനുള്ള അവസരവും കിട്ടുന്നില്ല. ഞാൻ ബൈബിളിൽ ഞാൻ ഒരു ബുക്ക്, എനിക്ക് എഴുതുന്ന ശീലമുണ്ട്, ഒരു ബുക്ക് എടുത്ത്. അങ്ങനെ ഞാൻ ഒരു ബുക്ക് എടുത്ത് എഴുതി, ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, എനിക്ക് കുമ്പസാരിക്കണം, നീ ഇന്ന് എന്നെ കുമ്പസാരിപ്പിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ബുക്കിൽ എഴുതി. ഞാൻ പിന്നെയും കുറച്ച് കാര്യങ്ങൾ എഴുതി. അത് ഞാൻ ബുക്ക് അടച്ചു. അത് കഴിഞ്ഞ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി വചനപ്പെട്ടി എടുത്ത് വചനം എടുക്കാൻ തോന്നിച്ചു. ഞാൻ കുറച്ചേരം ഈശോയെ സ്തുതിച്ച് വചനം എടുത്തു. അപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഇതാണ്: അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും, ലൂക്ക 15:7. അത് കഴിഞ്ഞ് എനിക്കപ്പോൾ മനസ്സിലായി, കർത്താവ് ഇപ്പോൾ ഈ വചനം എടുക്കുമ്പോൾ എൻ്റെ റൂമിൽ എൻ്റെ കൂടെ ഉണ്ട്. അപ്പം എൻ്റെ വല്ലാത്ത ഉള്ളിലൊരു വെപ്രാളായി, ദൈവമേ ഞാൻ പാപിയാണ്, ദൈവം പരിശുദ്ധനാണ്, എൻ്റെ കൂടെ ഈ റൂമിൽ ഈശോ, ഇത്രയും പരിശുദ്ധിയുള്ള ഈശോ എൻ്റെ തൊട്ടടുത്ത്. ഞാൻ പിന്നെ എനിക്ക് ആകെ ഒരു വെപ്രാളായി, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ആകെ ഒരു എൻ്റെ മനസ്സും കൈയും കാലും ഒക്കെ വിറയ്ക്കണ അങ്ങനെയൊക്കെ ഒരു അനുഭവമായിരുന്നു. ശരിക്കും എൻ്റെ കൂടെ എൻ്റെ ദൈവം, കാരണം കുമ്പസാരിക്കാൻ പോകുന്ന എൻ്റെ അടുത്ത് ഈശോ പറയുകയാണ്, അനുദപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നു. വല്ലാത്തൊരു സന്തോഷമായിരുന്നു എനിക്കത് വായിച്ചപ്പോൾ. ഞാൻ പെട്ടെന്ന് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു, കണ്ണീരൊക്കെ തുടച്ച് ഞാൻ പെട്ടെന്ന് ഇറങ്ങി. പോണ വഴിക്ക് ഞാൻ കൺഫെഷൻ ഹെൽപ്പ് വെച്ചിട്ട് ഞാൻ എൻ്റെ പാപങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെച്ച് അവിടെ എത്തി. എന്നെ കുമ്പസാരിപ്പിച്ച് കഴിഞ്ഞിട്ട് അച്ഛൻ കുർബാന തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് റൂമിലെത്തിയപ്പോൾ എന്നെക്കാളും സന്തോഷമുള്ള ഒരാൾ ഈ ലോകത്തുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര വെടിച്ചില് കുമ്പസാരമായിരുന്നു. കുമ്പസാരം കഴിഞ്ഞ് ഞാൻ ഇവിടെ എത്തി. ഞാൻ വീണ്ടും ബൈബിളെടുത്ത് വായിച്ചപ്പോൾ എൻ്റെ ഡിപ്രഷന് മരുന്ന് കഴിക്കണമെന്ന് വരെ ഓർത്ത്, എൻ്റെ മുറിവുകളൊക്കെ തിരിച്ചു വരുവാണല്ലോ എന്നൊക്കെ ഓർത്തിരിക്കുന്ന ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് വചനപ്പെട്ടിന്ന് വചനം എടുത്തപ്പോൾ കിട്ടിയതാണ്: ദൈവം നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, അവിടുന്ന് നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും, ജെറമിയ 30:17. എന്തെന്നില്ലാത്തൊരു സമാധാനവും സന്തോഷവും. കാരണം ഈ ഒരു വചനം എനിക്ക് ആദ്യമായിട്ട് വചനപ്പെട്ടി തുറന്നിട്ട് കിട്ടിയത് ഏകദേശം ഒരു 3 മാസം മുന്നാണ്. അന്ന് എനിക്ക് ബൈപ്പോളാറിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയിൽ നിന്നും രോഗം മാറി ഞാൻ വീട്ടിലെത്തിയപ്പോൾ, ഈശോ ഹീൽ ചെയ്ത് ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഞാൻ ബൈബിൾ തുറന്ന് വായിച്ചപ്പോൾ കിട്ടിയ സെയിം വചനമാണത്: ദൈവം നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, അവിടെ നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. ഇതിന് ഒരു സോൾ റീസണായി ഞാൻ കാണുന്നത് ഈ ഒരാഴ്ചയിൽ നടത്തിയ ബൈബിൾ റീഡിങ് മാരത്തോണാണ്. അതിന് എനിക്കൊരു അവസരം തന്ന റോസ് ചേച്ചിക്ക് ഒരുപാട് നന്ദി. എന്നെ ഇത്രമാത്രം ഒരു യോഗ്യതയില്ലാഞ്ഞിട്ടും ഇത്രമാത്രം പിന്നാലെ നടന്ന് സ്നേഹിക്കുന്ന എൻ്റെ ഈശോയ്ക്ക്, എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു വാക്കും
പറഞ്ഞാൽ, ഏത് വാക്ക് പോലും പറഞ്ഞാലും, ഏത് ഭാഷയിൽ സംസാരിച്ചാലും നന്ദി പ്രകടിപ്പിക്കാനാവില്ല. പക്ഷെ എൻ്റെ ഹൃദയം അറിയുന്ന കർത്താവിന് അത്രയും നന്ദി.